നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പോലെയുള്ള ഹെയർ ഡൈസ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഈ ടെമ്പററി ഹെയർ ഡൈസ് ഉണ്ട്, സെമി പെർമനൻറ്റ് ഹെയർ ഡൈസ് ഉണ്ട്, പെർമനൻറ്റ് ഹെയർ ഡൈസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ടെമ്പററി ഹെയർ ഡൈസ് എന്ന് പറയുന്നത് നമ്മളൊരു 1-2 തവണ മുടി കഴിയുമ്പോൾ തന്നെ അത് മൊത്തമായിട്ട് ഒലിച്ചു പോവുകയും അത് വലിയ രീതിയിൽ മുടിയെ എഫക്റ്റ് ചെയ്യുന്നതുമല്ല. പക്ഷേ ഈ സെമി പെർമനൻറ്റ് പോലെയുള്ള ഹെയർ ഡൈകൾ അത് ആക്ച്വലി മുടിക്ക് നിറം നൽകുന്നത് തന്നെ നമ്മുടെ മുടിയുടെ ഘടനയ്ക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കി പിഗ്മെൻ്റ് ഉള്ളിലോട്ട് കയറി അങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഉപയോഗിക്കുമ്പോൾ മുടിക്ക് ഇതുപോലെ ബ്രേക്കേജ് സംഭവിക്കാം, ഡാമേജിങ് ആണ് അത് മുടിക്ക്. പോരാതെ ഹെയർ ഡൈ അലർജി ഉണ്ടാകാം. പിന്നെ അല്ലാതെ ഹെയർ ഡൈ അലർജി അല്ലാതെ തന്നെ നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ഒരു തരം പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്ന ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് പോലെയുള്ള ഒരു അവസ്ഥയിലോട്ടും നയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പം നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന മാത്രം, അത് ബ്ലാക്ക് ഹെന്ന നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ നീലാമരി ചേർത്ത് ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ നേരത്തെ പറഞ്ഞ പിഗ്മെൻറ്റേഷനൊക്കെ കാരണമാവാൻ സാധ്യതയുണ്ട്.